മലപ്പുറം ആദവനാട് കുടുംബ വഴക്കിനെ തുടർന്ന് മാതൃസഹോദരനെ യുവാക്കൾ കുത്തിക്കൊലപ്പെടുത്തി. കുടശ്ശേരിപ്പാറ ആനപ്പടിക്കൽ മുസ്തഫ എന്ന 40-കാരനാണ് കൊല്ലപ്പെട്ടത്. മുസ്തഫയുടെ സഹോദരിയുടെ മക്കളാണ് കൊലപാതകം നടത്തിയത്. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻപും മുസ്തഫയെ ആക്രമിച്ച പ്രതികൾ ആ കേസിൽ ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. കാറിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ കുറെ കാലമായി സംഘർഷം നിലനിൽക്കുകയായിരുന്നു. ആദവനാട് കുടശ്ശേരിപ്പാറയിൽ ശനിയാഴ്ച രാവിലെ 10:30-യോടെയാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. 40-കാരനെ സഹോദരിയുടെ മക്കൾ മാരകായുധങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നു. കുടശ്ശേരിപ്പാറ ആനപ്പടിക്കൽ മുസ്തഫയാണ് കൊല്ലപ്പെട്ടത്. മുസ്തഫയുടെ സഹോദരിയുടെ മക്കളായ സൈനുലാബിദ്, സക്കീർ ഹുസൈൻ, സൽമാൻ ഫാരിസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസ്തഫയെ മുമ്പും ഇവർ ആക്രമിച്ചിരുന്നു. ശനിയാഴ്ച രാവിലെ 10:30-യോടെ മുസ്തഫയും സഹോദരൻ അബ്ദുള്ളയും വീട്ടിൽ നിന്ന് ബൈക്കിൽ റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ഈ സമയം ഓട്ടോറിക്ഷയിൽ ഇവിടെ എത്തിയ പ്രതികൾ ഓട്ടോ ഉപയോഗിച്ച് ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയ ശേഷം മുസ്തഫയെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇടിച്ചിട്ടതിനു പിന്നാലെ ബൈക്കിന് തീയിട്ട പ്രതികൾ വടിവാളടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് മുസ്തഫയെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. ആക്രമണത്തിൽ സഹോദരൻ അബ്ദുള്ളയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വണ്ടിയിട്ട് വന്നിട്ട് കയറ്റിയാണ് അവർ വടിവാളും കാര്യങ്ങളും എന്തെങ്കിലും പ്രശ്നം എന്തായിരുന്നു? നിലവിൽ കേസുണ്ട്. സ്വത്ത് തർക്കാണോ? അല്ല. നിങ്ങൾക്ക് പരിക്കേറ്റോ? വണ്ടി കയറ്റി. ഇരു കൂട്ടരുമായി കുടുംബതർക്കത്തിന്റെ പേരിൽ കേസ് നിലവിലുണ്ട്. മുമ്പും ഇവർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അന്ന് ഇതേ പ്രതികൾ മുസ്തഫയുടെ സ്വിഫ്റ്റ് കാർ കത്തിക്കുകയും ചെയ്തു. മുമ്പ് മുസ്തഫയെ ആക്രമിച്ച കേസിൽ പ്രതികൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ജയിലിൽ നിന്നിറങ്ങിയതെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.